മൈമസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ച് ഫുഡൊക്കെ വയറ് നിറയെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓണം സീരീസിലെ അവസാനത്തെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും റെസിപ്പീസൊക്കെ കുറച്ച് പേരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഫീഡ്ബാക്സ് ഒക്കെ ഞങ്ങളെ കമൻസിലൂടെ അറിയിക്കുക. നിങ്ങളുടെ കമൻസ് ഒക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പോൾ ഇത്രയും സപ്പോർട്ട് തന്നതിന് ഒരുപാട് താങ്ക്സ്. അപ്പം ഞങ്ങളുടെ ഓണം സീരീസ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓണം സീരീസ് കഴിഞ്ഞാൽ ഉടനെ കുറേ അടിപൊളി റെസിപ്പീസൊക്കെ ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ പുറകെ ഉടനെ വരുന്നതായിരിക്കും. എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക. മൈമസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ മൈമസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ ഓണം സീരീസിലെ ഏറ്റവും ലാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ പൊട്ടറ്റോയും ഗ്രീൻ പീസും വെച്ചിട്ടുള്ളൊരു മസാല കറിയാണ്. അപ്പം നമുക്ക് ഈ ലാസ്റ്റ് എപ്പിസോഡ് ഒന്ന് പെട്ടെന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പം അതിനായി ഒരു കടായി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ആ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് 4 ചെറുതായി മുറിച്ച പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൂട്ടത്തിൽ തന്നെ 1/4 കപ്പ് ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് പാതി വേവ് ആയതിനു ശേഷം നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കടായിലെ ബാക്കി വന്ന എണ്ണ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് അതൊന്ന് ബ്രൗൺ കളർ ആകുന്നിടം വരെ വറുത്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാലക്കറിക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി 2 സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു മീഡിയം സൈസ് സബോളയും 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചതച്ച് ഇഞ്ചി വെളുത്തുള്ളി 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്കത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാലയിലേക്ക് നേരത്തെ വേവിച്ചെടുത്ത് പൊട്ടറ്റോയും ഗ്രീൻ പീസും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച തേങ്ങയിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ മസാലയിലേക്ക് അതുകൂടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയതിനു ശേഷം നമുക്കിത് വേവാനായിട്ട് മൂടി വെക്കാം. അപ്പം നമ്മുടെ മസാലയൊക്കെ ഇവിടെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അതിനായി കുറച്ച് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായതിനു ശേഷം 5-6 ചതച്ച് ചെറുള്ളിയും കൂടെ ചേർത്ത് അതൊന്ന് ഇളക്കിയതിനു ശേഷം കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത് നമ്മുടെ മസാലയിലേക്ക് ചേർത്താൽ നമ്മുടെ പൊട്ടറ്റോ ഗ്രീൻ പീസ് മസാല ഇവിടെ റെഡിയായി. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇതോടുകൂടി നമ്മുടെ ഓണം സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയിട്ട് റെസിപ്പീസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നല്ല അടിപൊളി റെസിപ്പീസ് ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എല്ലാവരും മിസ് ചെയ്യാതെ വീഡിയോസ് എല്ലാം കാണണം കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മൈമസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇനി മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.